ഷൂട്ടിംഗ് എന്ന് പറയുന്നത് 100 ദിവസം 150 ദിവസമായി. അതെങ്ങനെ എന്തിനു ഷൂട്ട് ചെയ്യുന്ന ഇത്രയും ദിവസം എന്ന് ചോദിച്ചാൽ ആർക്കും ഉത്തരവില്ല. എനിക്കറിഞ്ഞൂടാ, ഞാൻ അതിനെക്കുറിച്ച് പറയാൻ ഒരു ഡിസിപ്ലിൻ ഇല്ലാത്ത രീതിയിൽ കുത്തഴിഞ്ഞ രീതിയിലാണ് ഇൻഡസ്ട്രി. 150 ദിവസം ചെയ്യുന്ന ഇത്രയും വലിയൊരു ബ്രഹ്മാണ്ഡ സിനിമ അവരെന്തുകൊണ്ട് പ്രീ വിഷ്വലൈസ് ചെയ്തിട്ടൊന്ന് ചെയ്യുന്നില്ല? ഇപ്പൊ തന്നെ ഒരു 3 മണിക്കൂർ ഒരു പടം ഷൂട്ട് ചെയ്ത് നമ്മൾ അറിയാല്ല, പോയിട്ട് തിയേറ്ററിൽ പോയിട്ട് വെട്ടിക്കളഞ്ഞു. എന്തിനാണ് അതൊക്കെ ചെയ്യുന്നത്? സന്ദീപിന്റെ പടമാണ് ഞാൻ പറയുന്നത്. ക്രിമിനൽ വേസ്റ്റ് ആണ് ഇവിടെ നടന്നിട്ടുള്ള ഇൻഡസ്ട്രിക്ക്. പിറ്റേ ദിവസം അതിന്റെ 25 മിനിറ്റ് ഷൂട്ട് എടുത്ത് കളയുക. പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ ഒരു കാശ് മുടക്കുന്ന ഒരുത്തൻ, മരം കുലുക്കി എവിടുന്നോ പൈസ കൊണ്ടുവരുന്ന അവനെ ഒരു പരുവാക്കി വിടാന്നുള്ള രീതിയിലാണ് മിക്കവാറും എല്ലാവരും. എന്നാൽ ഒരു ചെറിയ കോസ്റ്റിൽ പടം ചെയ്യാമെന്ന് ചിന്തിക്കുന്ന എത്ര പേരുണ്ട്? ഇവരെല്ലാവരും വാങ്ങിക്കുന്ന കാശ് കുറച്ചില്ലെങ്കിൽ ഇനി ഇൻഡസ്ട്രി മുമ്പോട്ട് പോകില്ല. വളരെ പരസ്യമായിട്ട് എനിക്ക് പറയാൻ പറയും, ഇവരെല്ലാവരും വാങ്ങിക്കുന്നത് ഭയങ്കരമായ കൂടുതലായിട്ടുള്ള കാശാണ്. ഈ കാശ് കുറയ്ക്കണം. ഇവിടെ നടക്കുന്ന വലിയൊരു അന്യായമാണ്. ആ അന്യായം കണ്ടില്ല എന്ന് നടിക്കാനൊക്കില്ല. അത് പറഞ്ഞാൽ നമ്മൾ അവരുടെ ശത്രുക്കളാണ്. ഞാനൊക്കെ ഇവരുടെയൊക്കെ വലിയ ശത്രുക്കളാണ്. എന്ന് വെച്ചാൽ നമ്മളിത് വിളിച്ച് പറയും. അതുകൊണ്ട് നമ്മളെ വലിയ എന്തോ ഒരു ഭീകരവാദിയും ഭീകരജീവിയായിട്ടാണ് നമ്മളെ കാണുന്നത്. നമുക്കിതൊരു വലിയ പ്രശ്നമൊന്നുമല്ല. നമുക്കിപ്പോ ഇവരില്ലേലും ഇല്ലാത്ത സമയത്തും നമ്മൾ പടം എടുത്തിട്ടുണ്ട്. അതായിരിക്കും ആൾക്കാർ ചോദിക്കുന്ന, അവരില്ലാതെ എടുത്തൂടെ പടം? അത് തന്നെ എടുക്കാം, ഇനി എടുക്കും. ശരിക്കും ആസ് ആൻ ആർട്ടിസ്റ്റ് ചേച്ചിയുടെ ഏറ്റവും ഇത്രയും റോൾസ് ചെയ്തിട്ടുണ്ട്, മോർ ദാൻ 100 മൂവീസ് ചെയ്തിട്ടുള്ളത്, ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു റോള് പിൻ പോയിന്റ് ചെയ്ത് പറഞ്ഞ ഏതായിരിക്കും? ഒരു റോളല്ല, പപ്പി അഭിനയിച്ച ഒത്തിരി പടങ്ങള് വളരെ വ്യത്യസ്തമായ രീതിയിൽ തമിഴിലായാലും ഒത്തിരി പടങ്ങൾ. തമിഴിലെ സാവിത്രി എന്ന് പറഞ്ഞ സിനിമയുണ്ട്, പ്രയാണത്തിന്റെ റീമേക്കാണ് അല്ലേ? ചേട്ടൻ ശരിക്കും എൻ്റെ അടുത്ത് തമിഴില് അഭിനയിച്ച ഒളി പിറന്നത് സിനിമയെ കുറിച്ച് എന്നോട് ഒന്ന് ഒരുപാട് പറഞ്ഞു. ഭയങ്കര ഇഷ്ടമായിരുന്നു പപ്പി. ഏകദേശം 125 160 പടം 150 പടം ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് അന്നെന്നൊക്കെ പറയണ ഒരു പടം എന്ന് പറഞ്ഞാൽ 10 ദിവസം മാക്സിമം. ഹീറോയിന്റെ വർക്ക് എന്ന് പറഞ്ഞാൽ 10 to 12 days. ഹീറോയിൻ അത്ര. ഒരു വർഷം എത്ര പടം ചെയ്യാൻ. പാട്ടൊക്കെ ആണെങ്കിൽ ഒരു റൂമിനകത്തും പറമ്പിലൊക്കെ എടുത്തങ്ങ് തീർക്കുന്നതാണ്. ഇപ്പോഴല്ലേ പാട്ടെന്ന് പറഞ്ഞാൽ ഫോറിനിലൊക്കെ നടക്കൂല. ഇങ്ങനൊക്കെ ഒരു വർഷം നോക്കിക്കഴിഞ്ഞാൽ ഇന്നൊരു 2 പടം 3 പടം ചിലപ്പോൾ അഭിനയിക്കാം, അല്ലെ 4 പടം അഭിനയിക്കാം. അതിൽ കൂടുതലൊന്നും ഇപ്പൊ ഈ വർഷം എന്ന് വെച്ചാൽ ഇപ്പം ഷൂട്ടിംഗ് എന്ന് പറയുന്നത് 100 ദിവസം 150 ദിവസമായി. അതെങ്ങനെ എന്തിനു ഷൂട്ട് ചെയ്യുന്ന ഇത്രയും ദിവസം എന്ന് ചോദിച്ചാൽ ആർക്കും ഉത്തരവില്ല. വെറുതെ വേസ്റ്റ് ചെയ്യാണ് പൈസ. എനിക്കറിഞ്ഞൂടാ, ഞാൻ അതിനെക്കുറിച്ച് പറയാൻ. ഒരു ഡിസിപ്ലിൻ ഇല്ലാത്ത രീതിയിൽ കുത്തഴിഞ്ഞ രീതിയിലാണ് ഡിജിറ്റൽ ആകുമ്പോൾ മോർ ഡിസിപ്ലിനും ടൈം ഫ്രെയിമിൽ. ഞാൻ ചോദിച്ചോട്ടെ, ഈ 150 ദിവസം ചെയ്യുന്ന ഇത്രയും വലിയൊരു ബ്രഹ്മാണ്ഡ സിനിമ അവരെന്തുകൊണ്ട് പ്രീ വിഷ്വലൈസ് ചെയ്തിട്ടൊന്ന് ചെയ്യുന്നില്ല? അങ്ങനെ ചെയ്യാമല്ലോ. അതെ, അതിന് കുറച്ച് ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ടെക്നോളജി എല്ലാം ഉണ്ട്. ഒരു പടം അതുണ്ട്. ചെയ്യാമല്ലോ. ഇപ്പം നമ്മള് വെച്ചിട്ട് അത് ഷൂട്ട് ചെയ്ത് കണ്ട് നോക്കിയിട്ട് ഇത്ര ഷോട്ട് മതി. ഞാൻ ചോദിച്ചു, പ്രിയൻ ഇപ്പം 2 പടം തീർത്തു. ഹിന്ദി പടം അല്ലേ? 2 ഹിന്ദി പടം 8 മാസത്തിനുള്ളിൽ തീർത്തു. ഒന്ന് അക്ഷയകുമാറും സെയ്ഫ് അലി ഖാനും. ഈ 2 പടവും തീർക്കാനായിട്ട് 8 മാസം കൊണ്ട് തീർക്കുന്ന ഒരാള് ബാക്കി. അപ്പൊ അങ്ങനെ തീർക്കാമെങ്കിൽ എന്തുകൊണ്ട് മലയാളം ഹിന്ദി പ്രോജക്ട് എത്ര ദിവസം വേണമെങ്കിലും ഷൂട്ട് ചെയ്യാൻ ഇവരാരും മിണ്ടൂല. 60 ദിവസം കൊണ്ട് ഒരു ഹിന്ദി പടം തീർക്കാന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമാണ്. അത് പ്ലാൻ ചെയ്ത് ആവശ്യമുള്ള ഷോട്ട് മാത്രം. ഇത് കണ്ട വലിച്ചു വാരി ഷോട്ടുകളും എടുത്ത് ഈ ലോകത്തില്ലാത്ത ക്യാമറയൊക്കെ കൊണ്ടിറക്കി. ചേട്ടാ, അതാണ് ഞാൻ പറഞ്ഞത്. ഫിലിം ആയിരുന്നു, അതിനെക്കാട്ടിലും ഇപ്പൊ അന്ന് നമുക്ക് ഒരു റോൾ ഫിലിമിന് 24,000 രൂപ 25,000 രൂപയുള്ളൂ. ഇന്നൊരു 8 GB ഇത് വാങ്ങിക്കണേ 35,000 രൂപ. അതൊക്കെ ഇപ്പൊ എത്ര ഹാർഡ് ഡിസ്ക് ആണ് ഒരു പടത്തിന് വരുന്നത്? പണ്ടുണ്ടായിരുന്നതിനെക്കാട്ടിലും കൂടുതൽ കാശാവും. അന്ന് റോൾ ഇന്ന് ഹാർഡ് ഡിസ്ക്. അപ്പം ഇങ്ങനെ വേസ്റ്റ് ചെയ്യാണ് പൈസ. പണ്ട് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫൈറ്റ് അങ്ങനെയൊക്കെ ഉള്ളെങ്കിൽ മാത്രമേ ഒരു 2 ക്യാമറ 3 ക്യാമറ വെക്കുമായിരുന്നു. ഇപ്പൊ എല്ലാത്തിനും വെക്കുകയല്ലേ. ഇപ്പൊ എല്ലാ റൂമിനകത്ത് ഷൂട്ട് ചെയ്യുന്നതിന് 2 ക്യാമറ 3 ക്യാമറ. എന്നിട്ട് ഇതെല്ലാം കൂടെ കൊണ്ടിട്ട് അവസാനം ഒരു എഡിറ്റിംഗ് ടേബിളിൽ കൊണ്ടിട്ട് വെട്ടിയല്ലേ കളയുന്നത്. ഇപ്പൊ തന്നെ ഒരു 3 മണിക്കൂർ ഒരു പടം ഷൂട്ട് ചെയ്ത് നമ്മൾ അറിയാല്ല, പോയിട്ട് തിയേറ്ററിൽ പോയിട്ട് വെട്ടിക്കളഞ്ഞു. എന്തിനാണ് അതൊക്കെ ചെയ്യുന്നത്?
വേസ്റ്റ് അല്ലേ കാണിച്ചത്? ക്രിമിനൽ വേസ്റ്റ് എന്നാണ് ഇതിന് പറയേണ്ടത്. ആ പ്രൊഡ്യൂസർ സന്ദീപിന്റെ പടമാണ് ഞാൻ പറയുന്നത്. ക്രിമിനൽ വേസ്റ്റ് ആണ് ഇവിടെ നടന്നിട്ടുള്ളത് ഇൻഡസ്ട്രിക്കകത്ത്. 3 മണിക്കൂർ ഒരു പടം കാണിക്കുക എന്ന് പറഞ്ഞാൽ, എന്നിട്ട് അത് പിറ്റേ ദിവസം അതിന്റെ 25 മിനിറ്റ് ഷൂട്ട് എടുത്ത് കളയുക. 25 മിനിറ്റ് എടുത്ത് കളഞ്ഞിട്ട് അത്രയും ദിവസത്തെ എഫേർട്ട് എത്ര പൈസ, അതാണ്. ആരും ബോധമല്ല. ഒരു പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ ഒരു കാശ് മുടക്കുന്ന ഒരുത്തൻ, അവനെ എങ്ങനെയെങ്കിലും ഇങ്ങനെ വളച്ച് ചുറ്റി അവനെ ഒരു പരുവാക്കി. പ്രൊഡ്യൂസർ വരികയാണെന്ന് പറഞ്ഞാൽ ഒരു റെസ്പെക്ട് ഉണ്ട്, പ്രൊഡ്യൂസറിന് റെസ്പെക്ട് ഉണ്ട്. ഇപ്പൊ പ്രൊഡ്യൂസർ ആരാണെന്ന് അറിയുന്നില്ല, ആരാണെന്ന് അറിയില്ല. ബാക്കിയുള്ള ആരോ സംസാരിക്കുന്നു, ആർട്ടിസ്റ്റിനെ ബുക്ക് ചെയ്യുന്നു, പോകുന്നു, എല്ലാം. ഈ പഴയ കാലഘട്ടത്തിൽ ഒരു സംഭവം ചേച്ചി, ഏറ്റവും നമ്മുടെ ഈ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ ഏറ്റവും വലിയ ആദരിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് നസീർ സാറ്. നസീർ സാറിനോടൊപ്പം അഭിനയിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ആ കാലഘട്ടത്തിൽ ഏതാ പറഞ്ഞു, ഇപ്പൊ ഈ ഡിസിപ്ലിൻ എല്ലാ മൾട്ടിപ്പിൾ ഇഷ്യൂസ് ഉണ്ട്, ഡിസിപ്ലിൻ അല്ലെങ്കിൽ ടൈം കൺസ്യൂമിങ് എന്ന്. ഇപ്പൊ നസീർ സാറിനെ പോലുള്ള ഒരാളുടെ അടുത്തൊക്കെ ഉള്ള ഈ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ആ ഒരു കാലഘട്ടത്തെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് സംഭവം പറയാൻ പറ്റുമോ? നസീർ സാറൊക്കെ അങ്ങോട്ട് ചോദിക്കും, പടം ഓടിയില്ലേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡേറ്റ് തരാം, അടുത്ത പടം എടുത്തോളൂ എന്ന് ഇങ്ങോട്ട് പ്രൊഡ്യൂസറിനെ വിളിച്ച് ചോദിക്കും. അപ്പം ഞാൻ അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ മോക്ക് പൈസ എല്ലാം കിട്ടിയോ എന്നോടൊക്കെ ചോദിക്കും, എല്ലാം കിട്ടിയോ, ബാക്കിയുള്ളവരോടൊക്കെ ചോദിക്കും. പിന്നെ ഞാൻ വെജിറ്റേറിയൻ ഫുഡാണ്, മോക്കുള്ള ഫുഡ് കിട്ടിയോ, എല്ലാം ചോദിക്കും. ഒരു നമ്മുടെ കൂടെ അച്ഛനും അമ്മയും എങ്ങനെ ചോദിക്കും അതുപോലെയാണ്. എന്നെ മാത്രമല്ല, ബാക്കി എല്ലാവരോടും എനിക്കതൊരു പുതിയ അനുഭവമായിരുന്നു. പക്ഷെ നമുക്ക് വേണ്ടിയിട്ട് എങ്ങനെ നിൽക്കുന്നെന്ന് പറഞ്ഞു. അതുപോലെ എനിക്ക് തന്നെ ഒരു ഡേറ്റിന്റെ ഒരു ക്ലാഷ് ഉണ്ടായിരുന്നു കൊട്ടാരക്കര പടത്തിൽ. അപ്പോൾ ഉടനെ അദ്ദേഹം എന്നെ വിളിക്കുകയാണ്, മേനകയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, ഈ ഇത്രാം തീയതി വരാനായിട്ട്, ഒരു 15-16 എന്നുള്ളൊരു ഡേറ്റാണ്, വരാൻ ബുദ്ധിമുട്ടുണ്ടോ? അല്ല സാർ, എനിക്കൊരു രാജ്കുമാർ സാറിൻ്റെ ഒരു പടം, കന്നഡത്തിലെ രാജ്കുമാർ സാറിൻ്റെ കൂടെ അഭിനയിക്കുക എന്നുള്ളൊരു ഡേറ്റാണ്, ആ 15-16. പക്ഷെ അത് കൊട്ടാരക്കരയുടെ കയ്യിലാണ്. തന്നെങ്കിൽ സാർ വരും, സാർ വന്നാലേ അതുകൊണ്ട് പറ്റൂല എന്ന്. അത് കുഴപ്പമില്ല മേനക, ഞാൻ ഒരു കാര്യം, എനിക്ക് ചുമയാണ്, പനിയാണെന്ന് പറഞ്ഞ് ഞാൻ വേണമെങ്കിൽ 2 ദിവസം മാറി നിൽക്കാം, നീ ഇപ്പോൾ ആ രാജ്കുമാർ സാറിൻ്റെ കൂടെ അഭിനയിച്ചിട്ട് വാ, അങ്ങനെയൊക്കെ നല്ല പടങ്ങൾ വരുമ്പോൾ ഒരിക്കലും വിടരുത് എന്ന് പറഞ്ഞു. അതാണ് ഒരു പടം വിടരുത് എന്നും പറഞ്ഞ് അദ്ദേഹം വിളിച്ച് ചോദിക്കുകയാണ്, പറയുകയാണ്, ആഹാരം കിട്ടിയോ, നന്നായിട്ടുണ്ടോ, റൂംസ് ഒക്കെ കൊള്ളാമോ, പൈസ കിട്ടിയോ, ഇതൊക്കെ കൂടെ ഇരിക്കുന്നവർ എങ്ങനെ ചോദിക്കുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല ഇതുവരെ. പക്ഷെ അദ്ദേഹം അങ്ങനെ ഒരാളെ നമ്മള് ഇനിയും ഇപ്പം മരിച്ചിട്ട് ഇപ്പം 35-36 വർഷമാവും. 89-ലാണ് സാറ് മരിക്കും. ഇപ്പൊ 36 വർഷം. ഇന്നും സാറിനെ ഓർക്കുകയാണ് എല്ലാരും. അന്നുള്ള ആൾക്കാർ, നമുക്ക് സാറുമായിട്ട് പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ട്, പക്ഷെ എന്നും സാറിനെ ഓർക്കുന്ന രീതിയിലാണ് കാര്യം. എന്ന് വെച്ചാൽ ഇത് കാണുമ്പോൾ, ഇവിടെ നടക്കുന്ന അന്യായം കാണുമ്പോൾ, ഇപ്പൊ ഇൻഡസ്ട്രിക്കകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന അന്യായം കാണുമ്പോൾ നമ്മൾ സാറിനെയൊക്കെ ദിവസം സാറിനെ കാറിൽ കൊണ്ടുവിടും. എനിക്ക് കാറില്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ വിട്ടോളാം, എന്നെ കൊണ്ട് ആക്കിട്ട് സാർ പോവും. ആര് ചെയ്യും അങ്ങനെയൊക്കെ? ഇപ്പം അത് തന്നെ, നമ്മൾ അന്ന് 2-3 കാർ വെച്ചു. ഇപ്പൊ അത് പറ്റൂല, അത് പോട്ടെ, അത് വിടാം. കാലം മാറുന്നതനുസരിച്ച് കാര്യങ്ങൾ മാറും. പക്ഷെ കാര്യങ്ങൾ മാറുന്നതനുസരിച്ച് ഇത്രയും വേസ്റ്റ് ചെയ്യുന്നത് എന്തിനെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാലം മാറുന്നതനുസരിച്ച് ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പം ഞാൻ ആദ്യം പടം എടുത്തപ്പോഴത്തേക്ക് ഒരു കൂലി എന്ന് പറഞ്ഞ പടം നമ്മൾ റിലീസ് ചെയ്യുമ്പോഴത്തേക്ക് 12 പ്രിന്റ് അടക്കം 5,12,000 രൂപ, 5,12,000 രൂപയാണ് ആദ്യത്തെ, ഇതാണ് എൻ്റെ ഓർമ്മ, ചെലവ്. എല്ലാം 12 പ്രിന്റ് അടക്കമാണ്. നിങ്ങൾ ഇന്ന് ഒരു ദിവസത്തെ ചെലവാണ് 6-8 ലക്ഷം രൂപ വരെ. അന്ന് ആ പൈസ കൊണ്ട് ഒരു പടം തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നത്. പൂജക്കൊരു മൂക്കുത്തി എടുക്കാൻ സമയത്ത് 7,70,000 രൂപ. എത്ര ആർട്ടിസ്റ്റ് ഉണ്ടെന്ന് അതിനകത്ത് അത്ര ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് നമ്മൾ ആ പടം അന്ന് മെയിൻ സ്റ്റേഷൻ കളക്ട് ചെയ്ത് 32 ലക്ഷം രൂപയാണ്. അതിന്റെ എത്ര ഇരട്ടി എന്നാലും വെച്ചു, എത്ര ഇരട്ടിയാണ്, 5 ഇരട്ടിയാണ്. അതെ. അപ്പൊ അങ്ങനൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയത്ത് നിന്ന് നമ്മൾ ഇന്ന് ഇത് കാണുമ്പോഴത്തേക്ക് നമുക്ക് സങ്കടം വരികയാണ്. എന്ന് വെച്ചാൽ വേസ്റ്റ് ചെയ്യുന്നുണ്ട്, ആർക്കും അറിയില്ല. എന്ന് വെച്ചാൽ ഇത് ആരെങ്കിലും ഒരാൾ മരം കുലുക്കി എവിടുന്നോ പൈസ കൊണ്ടുവരുന്ന അവനെ ഒരു പരുവാക്കി വിടാന്നുള്ള രീതിയിലാണ് മിക്കവാറും എല്ലാവരും അത് ചെയ്യുന്നത്. എല്ലാവരും ഞാൻ പറയില്ല, പലരും. എന്നാ ഒരു ചെറിയ കോസ്റ്റിൽ പടം ചെയ്യാന്ന് ചിന്തിക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ?
ഇനി ഇവരെല്ലാം അതുപോലെ ചിന്തിക്കേണ്ടി വരും എന്ന് വെച്ചാൽ വലിയ പടം എടുത്ത് നിൽക്കാനായിട്ട് ഇനി പറ്റത്തില്ല. ഇവരെല്ലാരും വാങ്ങിക്കുന്ന കാശ് കുറച്ചില്ലെങ്കിൽ ഇനി ഇവിടെ ഇൻഡസ്ട്രി മുമ്പോട്ട് പോകില്ല. വളരെ പരസ്യമായിട്ട് എനിക്ക് പറയാൻ ഇവരെല്ലാരും വാങ്ങിക്കുന്നത് ഭയങ്കരമായ കൂടുതലായിട്ടുള്ള കാശാണ്. ഈ കാശ് കുറയ്ക്കണം. കുറച്ചാലേ ഇൻഡസ്ട്രി അവര് മാത്രം ജീവിച്ചാൽ പോലല്ലോ, ബാക്കിയുള്ളവർ ജീവിക്കണ്ടേ. അവര് വിൽഫുള്ളി കുറയ്ക്കാനായിട്ട് പോകത്തില്ല. വേറെ വാദഗതി ആൾക്കാർ പറയുന്നത് ഈ പ്രൊഡ്യൂസേഴ്സ് കൊടുക്കുന്നതുകൊണ്ടുള്ള ഒരു ഇഷ്യൂ അല്ല ഇവിടെ വരുന്നത്. ആര് കൊടുക്കുന്നു? അതായത് ഈ ഒരു അതെ കൊടുക്കുന്ന ഒരു ഞാൻ പറഞ്ഞുതരാം. ഇപ്പം OTT കച്ചവടമല്ല. അന്ന് കച്ചവടം ഉണ്ടായപ്പോ അവര് ചോദിച്ചാൽ നമുക്ക് കൊടുക്കാം. OTT കച്ചവടം ഇല്ല, സാറ്റലൈറ്റിന്റെ കച്ചവടം ഇല്ല, ഓവർസീസ് ചില ഒന്നുമില്ല. അപ്പൊ പിന്നെ എവിടുന്ന് 100% റിസ്ക് എടുത്ത ഒരു പ്രൊഡ്യൂസറിനും സിനിമയിൽ ഇറങ്ങാനോ? ഞാൻ പടം ഫുള്ള് മുടക്കി അതിന്റെ പ്രിന്റും പബ്ലിസിറ്റിയും ചെയ്ത് തിയേറ്ററിൽ എത്തിക്കുമ്പോഴത്തേക്ക് ഈ പടം ഓടിയാൽ ഞാൻ രക്ഷപ്പെട്ടു, ഓടിയില്ലെങ്കിൽ ഞാൻ വെളിയിലെ ഒന്നിൽ അപ്പൊ സ്ഥലം വിട്ടു പോകേണ്ടി വരും, അല്ലെങ്കിൽ കട പൂട്ടി എവിടെങ്കിലും ഓടിപ്പോണ്ടി. പ്രൊഡ്യൂസറിന് ഏറ്റവും അവസാനമല്ലേ പൈസ കിട്ടുന്നത്, ബാക്കിയുള്ളവർക്കൊക്കെ ഉടനെ ഇമ്മീഡിയറ്റ് കിട്ടുന്നുണ്ട്. പ്രൊഡ്യൂസറിന് ഏറ്റവും അവസാനം പടം റിലീസായി അതിന്റെ റിസൾട്ട് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ടല്ലേ കിട്ടുന്നത്. ഞാൻ പറയണേ ഈ ആർട്ടിസ്റ്റും ഒക്കെ ഇതിൽ പങ്കാളികളാണ്. അങ്ങനെ ചെയ്യട്ടെ. നഷ്ടം വന്നാൽ എല്ലാരും കൂടെ, അല്ലാതെ ഇനി എങ്ങനെ ഇൻഡസ്ട്രി മുമ്പോട്ട് പോകും? പിന്നെ ഏതെങ്കിലുമൊക്കെ കുറെ മണ്ടന്മാർ ഇതുപോലെ വരും, പൈസ പടം എടുക്കാനായിട്ട് കുറെ പേര് വരും, പൈസ മുടക്കി അവര് ഇതിലേക്ക് ഈ തീയിൽ ചാടി ആത്മഹത്യ ചെയ്യാനായിട്ട് വരുന്ന പോലെ കുറെ പേര് വരും. അവര് വന്ന് ചെയ്തോട്ടെ. ബുദ്ധിയുള്ളവര് നോക്കിയും കണ്ടും ചെയ്താൽ നല്ലത്. അതായത് ഞാൻ പറയാനുള്ളൂ. നമുക്കിത് ഉപദേശിക്കാൻ എല്ലാം ടൂറിസ്റ്റ് പ്രൊഡ്യൂസേഴ്സ് വന്ന് 2 പടം ചെയ്യും, അത് വാനിഷ് ചെയ്യും. അല്ല, അങ്ങനെയുള്ള പ്രൊഡ്യൂസർ എടുത്ത് അവരെങ്ങനെ ചെയ്തോട്ടെ, ബാക്കിയുള്ള സ്ഥലത്തേക്ക് അത് ശീലമായി പോകില്ല. അതൊരു ഡോമിനോ എഫക്റ്റ് അല്ലേ ബേസിക്കലി. അതല്ല, ഇത് ഇവിടെ നടക്കുന്ന വലിയൊരു അന്യായമാണ്. ആ അന്യായം കണ്ടില്ല എന്ന് നടിക്കാനൊക്കില്ല. അത് പറഞ്ഞാൽ നമ്മൾ അവരുടെ ശത്രുക്കളാണ്. അപ്പൊ ഞാനൊക്കെ ഇവരുടെയൊക്കെ വലിയ ശത്രുക്കളാണ്. എന്ന് വെച്ചാൽ നമ്മളിത് വിളിച്ചു പറയും. അതുകൊണ്ട് നമ്മളെ വലിയ എന്തോ ഒരു ഭീകരജീവിയായിട്ടാണ് നമ്മളെ കാണുന്നത്. നമുക്കിതൊരു വലിയ പ്രശ്നമൊന്നുമല്ല. നമുക്കിപ്പോ ഇവരില്ലാലും ഇല്ലാത്ത സമയത്തും നമ്മൾ പടം എടുത്തിട്ടുണ്ട്. പണ്ട് എല്ലാരും കൂടെ ചേർന്നിട്ട് അതായിരിക്കും ആൾക്കാർ ചോദിക്കുന്ന, അവരില്ലാതെ എടുത്തൂടെ പടം? എടുക്കാം, ഇനി എടുക്കും. അല്ല, അങ്ങനെ വരുന്നു. ഇനി അത് ഞാൻ മാത്രം മുമ്പിട്ട് ഇറങ്ങിയാ പോലെ. പണ്ട് ഇതുപോലെ നമ്മളൊരു തീരുമാനം എടുത്തു, എല്ലാരും കൂടെ പുതുമുഖങ്ങളെ ഒരു പടം എടുക്കാം. അന്ന് ഞാൻ ചെന്ന് നീലത്താമര എടുത്തു. ബാക്കി എല്ലാരും അന്ന് 10-12 പേര് എല്ലാരും കൂടെ നമ്മുടെ പ്രൊഡ്യൂസർമാർ ചെയ്യാവുന്നതാണ്. ആരും ചെയ്തില്ല. അത് കഴിഞ്ഞ് നമ്മൾ ചട്ടക്കാരി എടുത്തു, രതികർഭേദം എടുത്തു, എല്ലാം പുതുമുഖങ്ങളെ വെച്ചാൽ നമുക്ക് അതിനുള്ള ഓപ്ഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പൊ പുതിയ പടം വന്നു, ഇപ്പൊ എത്രയോ പടം വന്നു. വാഴ വന്നു, പിന്നെ ഇപ്പൊ എക്കോ എന്ന് പറഞ്ഞ പടം, പിന്നെ ഞാൻ പെണ്ണും പൊറാട്ടും എന്ന് പറഞ്ഞൊരു പടം ഞാൻ കണ്ടു. ഇപ്പൊ ഈ ഫെസ്റ്റിവൽ അസാധ്യ പടമാണ്. വെളരെ ഗംഭീരമായിട്ടുള്ളൊരു സിനിമയാണ്. അവര് എടുത്തിരിക്കുന്ന ഒറ്റ ആളില്ലല്ലോ. ഇപ്പൊ അഭിനയിക്കുന്നതിനേക്കാൾ ഉള്ള താരങ്ങളെക്കാട്ടിലും ഒക്കെ ഗംഭീരമായിട്ട് അഭിനയിക്കുന്ന ആൾക്കാർ അതിന്റെ അകത്ത് എല്ലാം പുതിയ ആൾക്കാർ. ആ രാജേഷ് മാധവൻ ഡയറക്ട് ചെയ്ത ഗംഭീരമായിരിക്കുന്നു. അങ്ങനത്തെ പടങ്ങൾ വരട്ടെ. അങ്ങനത്തെ പടങ്ങൾ വന്നിട്ട് ഒരു ഇതുണ്ടായാല് ഇപ്പൊ ഈ മലയാള സിനിമ ഇൻഡസ്ട്രിയെ കുറിച്ച് എല്ലാരും പറയുന്ന എല്ലാം നല്ല പടങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. കണ്ടന്റാണ് ഇവിടെ വലുത്. പക്ഷെ പ്രേക്ഷകനൊരു അവേർഷൻ ഉണ്ട് ഈ സിനിമകൾ. ഈ പണ്ടത്തെ പോലെ ഇപ്പൊ നമ്മളൊരു 80s പറയാം, 90s പറയാം, മൾട്ടിപ്പിൾ ഹീറോസ്, ചെറുതും വലുതുമായിട്ടുള്ള ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിൽ പോലും പിന്നീട് ഇപ്പോൾ ഈ ഒരു കാലഘട്ടം വന്നപ്പോഴത്തേന് ഈ നമ്മൾ പ്രേക്ഷകനൊരു അവേർഷൻ ഉള്ളതായിട്ട് കാണുന്നത്. എല്ലാം ഈ കണ്ടന്റ് നല്ലതാണ്, ഓഫ് കോഴ്സ് സ്വീകരിക്കും, പക്ഷെ അത് മോണിറ്റൈസ് ചെയ്ത് വരാനായിട്ട് പാടുപെടുന്നതായിട്ട് തോന്നുന്നില്ല. അല്ലല്ല, അത് ചിലപ്പോൾ ഇതുണ്ടാവും, പക്ഷെ അത്രത്തോളം റിസ്ക് കുറവല്ലേ? റിസ്ക് കുറവല്ലേ? ഞാൻ ചോദിച്ചോട്ടെ, 41 കോടി രൂപ മുടക്കിയിട്ട് 3 കോടി രൂപ തിയേറ്റർ ചെയ്ത് വരുന്നതും 3 കോടി രൂപ മുടക്കിയിട്ട് 50 ലക്ഷം രൂപ തിയേറ്റർ വരുന്ന തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ. അങ്ങനെ ചിന്തിക്ക്. നമ്മുടെ റിസ്ക് കുറവാണ്. അതേസമയം ഇത് മുഴുവനായിട്ട് പോയാൽ അയാളെ പിന്നെ കാണാനേ ഒക്കില്ല. അവരെ കുറിച്ച് ആരെങ്കിലും അന്വേഷിക്കുമോ? അല്ലെ, എത്രയോ പേരുടെ കണ്ണീര് നമ്മൾ ദിവസവും കാണുന്നല്ലേ ഓരോരുത്തര്. എന്റെ കാല് വന്ന് പിടിച്ചിട്ടുണ്ട്, സാറേ ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകണം, എനിക്ക് എവിടുന്നെങ്കിലും ഇതൊന്ന് വിറ്റ് തരണം. ഞാൻ എവിടെ പോയി വിൽക്കാൻ, ആരെടുത്ത് വിറ്റ് കൊടുക്കാനൊക്കെ. അപ്പൊ ഇനിയെങ്കിലും ഈ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർ മനസ്സിലാക്കിയിട്ട് മുമ്പോട്ട് പോയാൽ എല്ലാവർക്കും പോകണം. അല്ലെങ്കിൽ ഇതുപോലെ ആൾക്കാർ വന്ന് പടം എടുക്കുന്ന അവരെ വാങ്ങിച്ചോണ്ട് വലിയൊരു ചേച്ചി പറഞ്ഞ വലിയൊരു പോയിന്റ്. പ്രൊഡ്യൂസേഴ്സ്, ഞാൻ ഉൾപ്പെടെ നമുക്ക് എല്ലാ പ്രൊഡ്യൂസേഴ്സും ഇപ്പൊ നഷ്ടം വന്നിരിക്കുന്നവർക്കും നാളെ സിനിമ എടുക്കണം എന്നുള്ള സുരേഷേട്ടൻ പറഞ്ഞ പോയിന്റാണ് ഏറ്റവും വലിയ വാലിഡ് പോയിന്റ്. അവർക്ക് അടുത്തൊരു പടം എടുക്കണം എന്ന് വെച്ചാൽ നടക്കാത്തൊരു സാഹചര്യം. നഷ്ടം വന്നിട്ട് ആ നഷ്ടം റീകൂപ്പ് ചെയ്യാനായിട്ട്
ഒരു നെക്സ്റ്റ് പടം എന്നുള്ള ലെവലിൽ ആ പണ്ടൊക്കെ കാലഘട്ടത്തിലൊക്കെ അങ്ങനെ സംഭവിക്കുന്നത്. പക്ഷെ ഇന്ന് ഒരു ഡെഡ് എൻഡിലേക്ക് നമ്മൾ ഇത്രയും കാലം കേട്ട കമ്പനികളും പ്രൊഡ്യൂസേഴ്സും ഒന്നുമില്ലാതെ ചുരുണ്ടുകൂടി കൂടി വീട്ടിലിരിക്കാന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പം. ഈ പറഞ്ഞ പോലെ അനുഭവിക്കുന്ന ഒത്തിരി പേരുണ്ട് നമ്മൾ ഉൾപ്പെടെ. നമ്മൾ പിന്നെ അത് നമ്മൾക്ക് അത് ഓവർകം ചെയ്യാനുള്ള കഴിവുള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ പോകുന്നു. വേറെ പ്രൊജക്ടുകൾ നമ്മൾ കണ്ടുപോകും. അല്ലാത്ത ഒരു അതാണ് ഞാൻ പറയുന്നത്. നസീർ സാർ പണ്ടെങ്ങനെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു പ്രൊഡ്യൂസർ വന്നു കഴിഞ്ഞാൽ നസീർ സാർ കോൾ ഷീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് രാവിലെ 7 to 9 കൊടുക്കും. അങ്ങനെ കൊടുത്ത് അന്നത്തെ രീതിയിൽ ഇന്ന് ചെയ്യാനൊക്കില്ല. പക്ഷെ അയാളുടെ പടം മോശമായെങ്കിൽ വിളിച്ച് ഒരു അടുത്ത ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു പടം ചെയ്തു കൊടുക്കാനായിട്ട് എത്ര പേര് ഇവിടെ തയ്യാറാണ്. പടം ഒന്നും ചെയ്തു തരണ്ട, വിളിച്ചിട്ട് പടം ഓടിയോ വല്ലതും കിട്ടിയോ, ഹാപ്പി ആണോ, അല്ല എന്തെങ്കിലും അങ്ങനത്തെ നമുക്കൊരു സങ്കടം വരൂലേ ഓരോരോ പ്രൊഡ്യൂസറിന്റെ കഷ്ടങ്ങൾ. ഇപ്പൊ ആ കൂടെ എനിക്കറിയാവുന്ന ഒരു ഇതെന്ന് പറയുന്നത് നമ്മുടെ രാജു മല്യത്തിന് ഇപ്പൊ നമ്മുടെ ടൊവിനോ വേറൊരു പടം ചെയ്തു കൊടുക്കാന്ന്. അതൊക്കെ വലിയ കാര്യമല്ലേ? അല്ല അങ്ങനെ സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ എത്ര പേരുണ്ട് ഇവിടെ. ഒരു പടം മോശമായി അയാൾ മനസ്സിലാക്കി ശരി ആ പടം എന്നിട്ട് അയാൾക്ക് വേണ്ടിയിട്ട് ഒരു കുറച്ച് പൈസയും വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കും. അങ്ങനെ ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി വേണം. അത് മനസ്സിലാക്കി ഇപ്പോഴത്തെ ചെറുപ്പക്കാരായിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ചിന്തിക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. അതിനൊരു മാതൃകയായിട്ട് ഓരോരുത്തർ വരുമ്പോ അങ്ങനെ ഉണ്ടാവും. ഇടയ്ക്ക് പറയും ആരും പലരും ഫോൺ പോലും എടുക്കാറില്ല എന്നുള്ളതും പറയും. വിളിച്ചാല് അത് പൊതുവായിട്ട് പിന്നെ വേറെ നമ്മളിപ്പോ ഒരു പ്രൊഡ്യൂസറെ വിളിച്ച് സിനിമ കഴിഞ്ഞിട്ട് ആ സിനിമയുടെ റിസൾട്ട് അറിയാമെങ്കിൽ പ്രൊഡ്യൂസറെ വിളിച്ചാൽ മതി. പിന്നെ അയാൾ ഫോൺ എടുത്തില്ലെങ്കിൽ നമുക്കറിയാം അത് തീർന്നു. ഫോൺ എടുക്കുകയാണെങ്കിൽ അയാളുടെ പടത്തിന് എന്തെങ്കിലും ഒരു മെച്ചം ഉണ്ടെന്ന് അറിയാം. ഫോൺ എടുത്തില്ലെങ്കിൽ അയാൾ കടയും പൂട്ടി പോയെന്നുള്ളതാണ് അതിന്റെ അർത്ഥം. രേവതി കലാമന്ദിർ എന്നുള്ള ബാനറിന്റെ പേരിൽ പ്രൊഡ്യൂസ് ചെയ്ത ഇപ്പം അച്ഛൻ നിർമ്മിച്ചിട്ടുള്ള ചിത്രങ്ങളിൽ ഈ രേവിന് ഇഷ്ടപ്പെട്ട ഒരു ഡയറക്ടോറിയൽ പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ ഈ പറഞ്ഞ കൊമേഴ്ഷ്യൽ ആസ്പെക്ട് ഉള്ള സിനിമകളാണല്ലോ. കൊമേഴ്ഷ്യൽ ആസ്പെക്ട് ഒരുപാടുണ്ട്. കൊമേഴ്ഷ്യൽ ആസ്പെക്റ്റിൽ പറയുകയാണെങ്കിൽ കാശ്മീരും ഉണ്ട്, വാറന്തമ്പുരാനുണ്ട്. അങ്ങനെ കമേഴ്ഷ്യൽ ആസ്പെക്റ്റിൽ കുറെ ബട്ടർഫ്ലൈസ് ഇതെല്ലാം കമേഴ്ഷ്യൽ ആസ്പെക്റ്റില് നല്ല സ്റ്റോറി ടെല്ലിങ്ങും ആണ്. വെട്ടം എല്ലാ സ്റ്റോറി ടെല്ലിങ്ങും നല്ല രീതിക്കാണ് അത് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഒരു ക്ലാസിക് ബുക്ക് നീലത്താമര ഒരു ക്ലാസിക് ആയിട്ടുള്ള ഒരു മൂവി റീമേക്ക് ചെയ്ത് പക്ഷെ അത് കമേഴ്ഷ്യലൈസ്ഡ് ആയും ഒരു നല്ല ക്ലാസിക് കണ്ടന്റിനെ ബ്യൂട്ടിഫുൾ ആയിട്ടും പറഞ്ഞത് ഐ ബിലീവ് നീലത്താമര നമ്മുടെ ഉണ്ട്. പിന്നെ പറഞ്ഞ പോലെ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള മൂവീസ് നമ്മൾ വെഞ്ചർ ചെയ്ത് നോക്കിയിട്ടില്ല. അത് ഉടനെ തന്നെ ചെയ്യുമായിരിക്കും. ചിന്ത പോയിട്ടില്ല ഇതുവരെ. അല്ല ഈ സുരേഷേട്ടനെ പോലെ ഒരു പ്രൊഡ്യൂസർ ഒരു പ്രൊഡക്ഷൻ കമ്പനി ഞാൻ ജസ്റ്റ് ഇപ്പൊ നമ്മളിങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ എൻ്റെ പെട്ടെന്നൊരു തോട്ട് വന്നൊരു കാര്യമാണ്. അങ്ങനെ ഒരു ഫിലിമോഗ്രാഫി നോക്കുമ്പോൾ എസ്പെഷ്യലി സുരേഷേട്ടൻ്റെ ഒരു കരിയർ തുടങ്ങുന്നത് ഈ പറഞ്ഞ പാഷനേറ്റ് ആയിട്ട് അങ്ങനെ പോയി ഒരു ക്രിയേറ്റീവ് പേഴ്സൺ എന്നുള്ള ലെവലിലേക്ക് ഇറങ്ങി തിരിച്ചിട്ട് അങ്ങനെ ഒരു തോട്ട് വരാത്തോണ്ട് ഞാൻ അതിനെപ്പറ്റി ചോദിച്ചു. അല്ല, എസ്തെറ്റിക് ആൻഡ് ക്രിയേറ്റീവ് സെൻസ് ഉണ്ട്, പക്ഷെ കൂടുതൽ പ്രൊഡ്യൂസർ എന്നുള്ളതാണ് ഇപ്പം കയറി നിൽക്കുന്നത്. അത് ഇങ്ങനെ നമ്മൾ മുടക്കുന്ന കാശെങ്കിലും നമുക്ക് തിരിച്ചു കിട്ടും. അല്ലാതെ ഇത് നഷ്ടപ്പെട്ടു. നമ്മൾ സിനിമ എടുത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ട്, കാശ് പോയിട്ടുണ്ട്, കുത്തുവാള എടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ നിന്നെല്ലാം നമ്മൾ ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർന്നു വന്നിട്ടുണ്ട്. നമ്മളിപ്പം കഴിഞ്ഞ പടം ചെയ്തപ്പോഴും നമുക്ക് നഷ്ടമൊന്നും വന്നിട്ടില്ല, കുഴപ്പമില്ലാതെ നമ്മൾ പോകുന്നു. അതൊന്നും പ്രശ്നമില്ല. പക്ഷെ ഈ പടം ചെയ്യുമ്പോൾ ഇനിയും നമ്മൾ കുറച്ചും കൂടെ സൂക്ഷിച്ച് ചെയ്യേണ്ട സമയമാണ്. അപ്പം ഇനി റിസ്ക് എടുക്കാനൊക്കെ വളരെ കുറച്ചേ റിസ്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഞാൻ ഇന്ന് രാവിലെ നസീർ സാറിന്റെ കാര്യം പറഞ്ഞില്ലേ, ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള സീനിയർ മോസ്റ്റ് ടെക്നീഷ്യൻ ആയാലും ആക്ടേഴ്സ് ആയാലും ആ ഒരു ഡിസിപ്ലിൻ ഉണ്ടല്ലോ, അത് അവരുടെ അടുത്തുനിന്നും ഞാൻ പഠിച്ചിട്ടുണ്ട്, എൻ്റെ അച്ഛനമ്മയുടെ അടുത്തുനിന്നും പഠിച്ചിട്ടുണ്ട്. ഇവിടെ ടൈം എന്ന് വെച്ചാൽ ടൈമാണ്. അത് എനിക്ക് വന്നിട്ട് ഇറ്റ് ഇറിറ്റേറ്റ്സ് മീ നൗ. സമയത്തിന് ആരും വന്നില്ലെങ്കിൽ എന്നുവെച്ചാൽ നമ്മൾ ഒരാളുടെ സമയം വേസ്റ്റ് ചെയ്യുന്നതിന്റെ തുല്യമാണ്. നമ്മളിവിടെ വരണമെന്ന് വെച്ചാൽ അതിനൊരു റീസൺ ഉണ്ട്. അപ്പൊ നേരത്തെ ഇറങ്ങണം, ആ സമയത്തിന് എത്തണം എന്ന് പറയുമ്പോൾ ഇറ്റ് മാറ്റേഴ്സ്. ഇറ്റ് ഷോസ് യുവർ
ഇന്റഗ്രിറ്റി ആൻഡ് ഡിസിപ്ലിൻ, ആ വർക്കിനോടുള്ള ഇത്. അപ്പം ഞാനിത് ലാൽ സാറിന്റെ അടുത്ത് സമയം പറഞ്ഞ കറക്റ്റ് ആയിട്ട് വിത്ത് കോസ്റ്റ്യൂം ഹി വിൽ ബി ദർ. എത്ര ടേക്ക് ആണെങ്കിലും അത് കൃത്യമായിട്ട് ചെയ്തിരിക്കും. അതേപോലെ പ്രിയൻ സർ ഷോട്ട് തുടങ്ങുന്നു എന്ന് വെച്ചാൽ ഷോട്ട് തുടങ്ങിയിരിക്കും. അത് എങ്ങനെയാണ് ഞങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത് അത് ഞങ്ങളുടെ പ്രശ്നം. ഹി വിൽ നോട്ട് കമന്റ് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം. ഐ ഹവ് ഗിവൻ യു റെസ്പോൺസിബിലിറ്റി, അത് ചെയ്യേണ്ടത് നിന്റെ ഉത്തരവാദിത്തം. ഇഫ് യു ഡിഡ്ന്റ് ഡു ഇറ്റ് അത് ഐ വോണ്ട് കെയർ. അപ്പൊ അതിൽ ഞങ്ങൾ വിഷമിച്ചിട്ടുണ്ട്. 1-2 തെറ്റിച്ചു പോയി എന്ന് പറഞ്ഞ് ഞങ്ങൾ പറയുമ്പോൾ ദാറ്റ് ഇസ് നോട്ട് മൈ പ്രോബ്ലം, യു മേഡ് എ മിസ്റ്റേക്ക്, ഇറ്റ്സ് യുവർ പ്രോബ്ലം പറയും. പക്ഷെ അതൊരു ലേണിംഗ് ഫേസ് ആണ് ഞങ്ങൾക്ക്. അപ്പൊ നമ്മൾ സിനിമ കാണുമ്പം ആരും ശ്രദ്ധിക്കത്തില്ല, അതൊരു ഫോൾട്ടാണ്. പക്ഷെ എനിക്ക് ഇവിടെ നിന്ന് കുത്തും, ഞാൻ തെറ്റ് ചെയ്തു പോയല്ലോ. അപ്പൊ നെക്സ്റ്റ് ടൈം ഐ വിൽ നെവർ മേക്ക് ദറ്റ് മിസ്റ്റേക്ക്. അപ്പൊ ഇവരൊക്കെ ഞങ്ങളെ പഠിപ്പിച്ചതൊക്കെ വലിയ ലെസൺ. ഇൻഫാക്ട് ബറോസിന്റെ ഷൂട്ടിങ്ങിന് മുമ്പുള്ള ഒരു ഡിസ്കഷന് എന്നെ കൊച്ചിയിലേക്ക് വരാനായിട്ട് ലാൽ സാർ വിളിച്ചിരുന്നു. ട്രെയിൻ കയറിയോ, എവിടെ എത്തി, മോള് വീട്ടിൽ കഴിച്ചിട്ട് പോയാൽ മതി, ഞാൻ വീട്ടിലെത്തി, ഞാൻ കഴിച്ചു, എനിക്ക് തിരിച്ചു പോകണതുകൊണ്ട് ഞാൻ കഴിക്കാം, മോള് വീട്ടിൽ. ഒരു 4-5 ഫോൺ കോൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എത്തിയതിനു ശേഷം കഴിച്ചു കഴിഞ്ഞിട്ട് മോൾ അങ്ങോട്ടേക്ക് ചെല്ലണം. ഇത്രയും ഫോൺ കോൾ ലാലങ്കിളി പോലെ ഉള്ള ഒരാള് എനിക്ക് വിളിക്കേണ്ട ആവശ്യമില്ല. ഐ എം ജസ്റ്റ് എ നോർമൽ ലേഡി. പക്ഷെ ഇത്രയും പ്രാവശ്യം വിളിച്ചു ചോദിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഡിസിപ്ലിൻ തന്നെയാണ്, ആ ക്രാഫ്റ്റിനോടുള്ള ഒരു ലവും നമുക്ക് അത്രയും ഒരു റെസ്പെക്ട്. അതായത് നമ്മൾ ഏഡിയാണെന്ന് മാത്രമല്ല, ആ ഏഡിക്ക് പോലും നമ്മൾ ഇത്രയും റെസ്പെക്ട് കൊടുക്കുന്നു എന്ന് പുള്ളി അത് പ്രാക്ടിക്കലി കാണിച്ചു തരുന്നതാണ്. അത് മാത്രമല്ല, അച്ഛനും അമ്മയും കിറ്റിക്കും മാത്രമല്ല എനിക്കും പറഞ്ഞിട്ടുണ്ട്, യൂണിറ്റിൽ ആരാണെങ്കിലും വെദർ ഇറ്റ്സ് the director or it's a lightman, there is no difference, everyone is part of team. ഒരു ലൈറ്റ്മാൻ ഇല്ല എന്നുണ്ടെങ്കിൽ അതിന്റെ പ്രശ്നം എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. ഒരു ടെക്നീഷ്യൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കറിയാം അന്നത്തെ ദിവസം എത്ര സ്ലോ ആയിട്ട് പോകുന്നു. അപ്പം everyone is it's a team work. ആരും അത് ആക്ടേഴ്സിനെ മാത്രം ഇവിടെ നോക്കുന്നു മാത്രമേ ഉള്ളൂ. ആക്ടർ ഡയറക്ടർ കഴിഞ്ഞിട്ട് അതിന്റെ താഴെ എത്രയും പേര് വർക്ക് ചെയ്തില്ലെങ്കിൽ, ഫൗണ്ടേഷൻ ഇല്ലെങ്കിൽ താഴെ പോകത്തില്ലേ? അപ്പൊ അതുപോലെയാണ് ഓൾ ദ ടീം മെമ്പേഴ്സ് ആൻഡ് ക്രൂ ആർ ഈക്വലി ഇമ്പോർട്ടന്റ്. അതില് പ്രൊഡക്ഷൻ, കാർ ശരിക്കും സമയത്തിന് അയച്ചില്ലെങ്കിൽ ആക്ടർ എത്തിച്ചേരില്ല, അതിന്റെ പൈസ നമുക്ക് നഷ്ടമാണ്. പിന്നെ ലഞ്ച് ബ്രേക്ക് കൊടുക്കണം, അതിന് എക്സ്ട്രാ ഇത്, അങ്ങനെ കുറെ ഇല്ലേ. അപ്പൊ അത് കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്യേണ്ടത്, അത് റെസ്പോൺസിബിൾ എടുക്കുന്ന ഒരു ഡയറക്ടറിന്റെയും കൂടിയാണ്. അത് ഞാൻ പ്രിയൻ സാറിന്റെ അടുത്ത് നിന്ന് പഠിച്ചതാണ്. സീരിയസ്ലി അത് എങ്ങനെയാണ് നമ്മളത് ഹാൻഡിൽ, പ്രൊഡ്യൂസർ ഡയറക്ടർ എങ്ങനെയാണ് ആവേണ്ടത്, ബിക്കോസ് ദാറ്റ് ഈസ് നെസസറി. അല്ലാതെ നമ്മള് എന്റെ ഒരു ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് ഒരാൾ പൈസ മുടക്കുമ്പം അദ്ദേഹത്തിന് എന്തുമാത്രം ലാഭം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതും കൂടി നമ്മൾ നോക്കണം. അത് വേണം ചിന്തിക്കാൻ. അല്ലാതെ ഒരാളെ കൈ കിട്ടി ഇവനെ എങ്ങനെ ഉഴുത്ത് അവനെ ഒരു പരുവാക്കാന്നല്ല ചിന്തിക്കുന്നത്. അയാൾക്ക് എങ്ങനെ 10 പൈസ ഞാനായിട്ട് ഉണ്ടാക്കി കൊടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ചെയ്യുന്നവർ മാത്രമേ ഈ സിനിമ എന്നിട്ടുള്ളൂ, അല്ലാത്തവരാരും നിന്നിട്ടില്ല. നിങ്ങൾ എഴുതി വെച്ചോ. ഞാൻ ഈ പറയുന്നത്, ഞാൻ ഇത്രയും കൊല്ലത്തെ അനുഭവം വെച്ചിട്ട് ഞാൻ പറയുകയാണ്. എനിക്ക് ഇതിപ്പോൾ ഞാൻ ഈ ഇൻഡസ്ട്രി വന്നിട്ട് 48 കൊല്ലമാകുമ്പോൾ എൻ്റെ അനുഭവം വെച്ചിട്ട് ഞാൻ പറയുന്നത്, പ്രൊഡ്യൂസറുടെ കൂടെ നിൽക്കുന്ന ഡയറക്ടറെല്ലാം രക്ഷപ്പെട്ടിട്ടില്ല. ഒറ്റയെടുത്ത് താൽക്കാലികമായിട്ട് രക്ഷപ്പെടും, അത് കഴിഞ്ഞാൽ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കില്ല. ആ ഒരു ക്ലാരിറ്റി, നമ്മൾ എന്താ എടുക്കാൻ പോകുന്നതെന്നുള്ള ക്ലാരിറ്റി. ഇപ്പൊ നമുക്ക് ഇവിടെ ഹോളിവുഡ് പോലെ ഒന്നും പ്രീ പ്രൊഡക്ഷന് നമ്മൾ അത്രയും സ്റ്റോറി ബോർഡിങ്ങും പ്രീവ്യൂസും അങ്ങനെയൊന്നും ചെയ്യാറില്ല. പക്ഷെ നൗ ടൂൾസ് ഹാവ് കം അപ്പ്, ഇറ്റ് ഹാസ് മെയ്ഡ് ഇറ്റ് ഈവൻ മോർ ഈസി. പണ്ടൊക്കെ സെറ്റിലായിരുന്നു, അതുകൊണ്ട് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണമെങ്കിൽ, ഞാൻ പറഞ്ഞ പഴയ കാലത്ത്. ഇപ്പം നമുക്ക് ഒരുപാട് എക്യുപ്മെന്റ്സ്, നല്ല പൈസയുണ്ട്, ട്രാവലിന്റെ പ്രോബ്ലംസ് ഉണ്ട്, വെതറിന്റെ പ്രോബ്ലംസ് ഉണ്ട്. അപ്പൊ ഈ പ്രീവിയസ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് എന്തൊക്കെ നമുക്ക് ചീറ്റ് ചെയ്യാം, എന്തൊക്കെ നമുക്ക് അവിടെ ഷൂട്ട് ചെയ്യാം. അപ്പൊ ഇതൊക്കെ ഒരു പ്ലാനിങ് ഉണ്ടല്ലോ, പ്രോപ്പർ പ്ലാനിങ് ചെയ്താൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ആ പ്ലാനിങ് അവിടെ എവിടെയോ ഒരു ക്ലാഷ് വരുമ്പോഴാണ് ഇത് എക്സ്റ്റെൻഡ് ആവുന്നതെന്നാണ് എന്റെ വിശ്വാസം. എന്നൊക്കെ ഉള്ളത്. ഇപ്പോൾ 80s ഒരു കൂട്ടായ്മ എന്ന് പറഞ്ഞ ഫിലിം ആർട്ടിസ്റ്റ് നമ്മുടെ ഒക്കെ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ചേച്ചിയൊക്കെ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ഇറ്റ്. ആ ഒരു കൂട്ടായ്മയിൽ വെച്ച് എനിക്ക് തോന്നുന്നത് അതിനകത്ത് ആർട്ടിസ്റ്റുകൾ മാത്രമാണ്.
ഇപ്പോൾ സുരേഷ് ചേട്ടൻ ഈ മുമ്പേ പറഞ്ഞു വരുന്നുണ്ടല്ലോ, ആ കാലഘട്ടം തൊട്ട് ഉള്ള ഒരുപാട് പേര് ഈ അങ്ങനെ ഒരു കൂട്ടായ്മയായിട്ട് വളരണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഷെയർ ചെയ്യണമെന്നോ, ഇത് ലിമിറ്റഡ് ടു ആർട്ടിസ്റ്റ് എന്നുള്ള ലെവലിൽ മാത്രം ഒരു തോട്ട് പോകാനായിട്ടുള്ള ഒരു കാരണം എന്താണെന്നുള്ളതൊന്ന്. ഇല്ല, അത് ആക്ച്വലി അത് എന്റെ ഐഡിയ അല്ല. അവിടെ അല്ല, ആർട്ടിസ്റ്റുകൾ മാത്രമായിട്ടുള്ളൊരു കൂട്ടായ്മയാണ് അവർ തോന്നിക്കുന്നത്. എല്ലാവരെയും ആക്കാൻ പറ്റൂലല്ലോ. എല്ലാം കൂടെ പ്രൊഡക്ഷനും പിന്നെ ഡയറക്ടർ, ക്യാമറാമാൻ, ആദ്യം എല്ലാം കൂടെ ആയിക്കഴിഞ്ഞാൽ അത് വലിയൊരു ഇതാവും. ഇത് അന്ന് 80s ഉണ്ടായിരുന്ന ഒരു ഹീറോസ് മാത്രമായിട്ട് ചേരണം എന്ന് സുഹാസിനിക്ക് തോന്നിയ ഒരു ഐഡിയ ആണ് അത്. ചെറുതായിട്ട് ഒരു 10 പേരുമായിട്ട് തുടങ്ങി, ഇപ്പൊ അത് ഏതാണ്ട് ഒരു 50-60 പേരിന് എവറി ഇയർ. പിന്നെ ഇപ്പോ അതേ 80s ഉണ്ടായിരുന്ന ഹിന്ദി ഫീൽഡിലുള്ളവരും കൂടെ, ജാക്കി ഷെറഫ്, പൂനം, അവരെല്ലാരും കൂടെ ഇപ്പൊ ആയി. ഓരോരുത്തരായിട്ട് ഇങ്ങനെ കയറി അപ്പൊ അതിൽ നിന്ന് സുരേഷ് നൽകിയിട്ട് ആർട്ടിസ്റ്റ് അല്ലാതെ ബാക്കി പ്രൊഡ്യൂസേഴ്സ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെ നിങ്ങൾ തുടങ്ങും. നിങ്ങൾ അങ്ങനെ ഒരു പ്രൊഡ്യൂസേഴ്സിന്റെ കൂട്ടായ്മ തുടങ്ങും. അതിനകത്ത് ഭാര്യ ഭർത്താവായിട്ട് വരുന്നത് ശരത് കുമാർ, രാധിക ആക്ടേഴ്സ് ആയതുകൊണ്ട്, പിന്നെ ജയറാം, പാർവതി, പിന്നെ പൂർണിമ, ഭാഗ്യരാജ് അന്നേ അഭിനയിച്ചോണ്ടിരുന്നില്ല. 80s തൊട്ട് ഇദ്ദേഹം അപ്പൊ അഭിനയിച്ചിരുന്നെങ്കിൽ ചിലപ്പോ ഇദ്ദേഹം എന്റെ കൂടെ വന്നേ. ഇപ്പോഴല്ലേ തുടങ്ങിയത് അഭിനയം എന്ന് പറയുന്നത്. അല്ല, അങ്ങനെ നിങ്ങളും തുടങ്ങും, പ്രൊഡ്യൂസർ അസോസിയേഷൻ തുടങ്ങും. ഓൾറെഡി പ്രൊഡ്യൂസർ അസോസിയേഷൻ ഉണ്ട്. അല്ല, അത് അസോസിയേഷൻ. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, ഇത് അന്ന് ഉണ്ടായിരുന്ന പ്രൊഡ്യൂസർമാരെ നമ്മൾ തപ്പി എവിടെങ്കിലും ഒക്കെ പോകേണ്ടി വരും. ആരും ഇല്ല മിക്കവാറും. എന്നുവെച്ചാൽ എല്ലാരും കടയും കൂട്ടി എവിടെയൊക്കെയാണ്. പലരും കടം കയറി കുത്തുവാള എടുത്ത് ഏതെങ്കിലും ഒരു രാജ്യത്തായിരിക്കും. ഇവിടെ ആണെന്നും പോലും നമുക്കറിയില്ല. അത്രത്തോളം, അതായത് സിനിമ എടുക്കാൻ വന്ന് സിനിമയിൽ നിന്ന് നേട്ടം ഉണ്ടാക്കിയത് 27 പ്രൊഡ്യൂസേഴ്സേ ഉള്ളൂ. അറിയാമല്ലോ, നമ്മുടെ കണക്കാണ്, നമ്മുടെ ചേംബറിന്റെ കണക്കാണ്. അനിലാണ് നമ്മുടെ പ്രസിഡന്റ്. അവിടെ ചെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ വലിയൊരു രജിസ്റ്ററും ഉണ്ട്. എടുത്ത് വെച്ച് നോക്കിയാൽ അറിയാം. ഇത്രയും പടങ്ങൾ ഇറങ്ങിയിട്ട് 5000-ന് മേൽ പടങ്ങൾ ഇറങ്ങി ഇത്രയും വർഷം കൊണ്ട്. ഇപ്പൊ എനിക്കൊന്ന് 5500 അയക്കാം, 5500 6000-ന് അടുപ്പിച്ചയക്കാം. 27 പ്രൊഡ്യൂസർമാരെ രക്ഷപ്പെട്ടു. ഇത് നമ്മൾ എല്ലായിടത്തും പറയുന്നുണ്ട്. പറഞ്ഞിട്ട് ആരും അതിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്നില്ല. വീണ്ടും വീണ്ടും ആൾക്കാർ വരുന്നുണ്ട്, സിനിമ എടുക്കുന്നുണ്ട്. സിനിമ എടുത്തോട്ട് ഇവിടെ കുറേ പേർക്ക് ജോലിയും കാര്യങ്ങളും ഒക്കെ കിട്ടുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. പക്ഷെ സിനിമ എടുത്തോട്ട് അപ്പോൾ ഈ സിനിമ എടുത്ത് അവർ ശമ്പളം വാങ്ങി പോകുമ്പോൾ ഒരു നിമിഷമെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കണം, ഈ പടം ഒന്ന് ഓടി അയാൾക്ക് ഒന്നും കൂടെ ഒരു നന്നായിട്ട് ഓടിയാൽ ഒരു പടവും കൂടെ അദ്ദേഹം എടുക്കാൻ വരുമല്ലോ എന്നെന്തെങ്കിലും ഒരാളെങ്കിലും പ്രാർത്ഥിക്കുന്നതായിട്ട് എനിക്കറിയാം. ഉണ്ടാവും ചില ആൾക്കാർ. പക്ഷെ അങ്ങനെ ഒരാളെ പോലും കാണുന്നില്ല. ഒരു ആളും ജീവിച്ചിട്ടുണ്ടെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. അതായത് ഈ പഴയ ആൾക്കാരുള്ളവർ പലരും ഇവിടെ പിന്നെ എവിടാണെന്ന് പോലും അറിയാം. പിന്നെ നമുക്ക് നമ്മുടെ ഇതിലുള്ള ലിസ്റ്റിലുള്ള കുറെ പേരുണ്ട്, എല്ലാരെ കണ്ടുപിടിക്കാൻ. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. അതായത് പുതിയതായിട്ട് വരുന്ന പ്രൊഡ്യൂസേഴ്സ് ഉണ്ടല്ലോ, പഴയ പ്രൊഡ്യൂസറായിട്ട് കോ പ്രൊഡ്യൂസ് അവർക്ക് ചെയ്യായിരുന്നില്ലേ? ദേ ക്യാൻ ലേൺ ദ ക്രാഫ്റ്റ്, ദേ ക്യാൻ ഓൾസോ ബി എ കോ പ്രൊഡ്യൂസർ. പൈസയും അവർക്ക് നഷ്ടമാകത്തില്ല. ലൈൻ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ എക്സ്പീരിയൻസ് ഉള്ളവരെ ലൈൻ പ്രൊഡ്യൂസർ ആക്കാം. ഇതെന്ത് പറ്റുന്നെന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ ഇത് കൺട്രോൾ ചെയ്യാണ്. അവിടെ വന്നു കഴിഞ്ഞാൽ അവര് തീരുമാനിക്കും. ഒരു പ്രൊഡക്ഷൻ തുടങ്ങി കഴിഞ്ഞാൽ അവര് തീരുമാനിക്കും ആര് വേണം, ടെക്നീഷ്യൻസ് ആര് വേണം. ഇത് മൊത്തം ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഒരു വിഭാഗത്തിന്റെ കയ്യിലായിപ്പോയി. പക്ഷെ ഈ ഞാൻ പ്രൊഡ്യൂസർ അസോസിയേഷൻ പോയപ്പോഴാണ് അവിടെ 100 രൂപയ്ക്ക് ഒരു ബുക്ക്ലെറ്റ് വിത്ത് ഓൾ ദ പ്രൊഡ്യൂസേഴ്സ് കിട്ടും എന്നുള്ള കാര്യം എനിക്ക് അറിയുന്നത് ലേറ്റ് ആണ്. പക്ഷെ എന്നെക്കാട്ടിലും കൂടുതൽ പേർക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അറിഞ്ഞുകൂടാ. പിന്നെ അന്ന് അവിടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നപ്പം വന്ന കുറെ പേര് എങ്ങനെയാണ് പൈസ നഷ്ടപ്പെട്ടതെന്ന് they were all sharing. പക്ഷെ ആ നഷ്ടപ്പെടുന്നതിന് മുമ്പ് ഇത്രയും പേര് ആക്സസിബിൾ ആണെന്നുള്ളത് ഐ ഡോണ്ട് തിങ്ക് ദ പീപ്പിൾ നോ. അതിലേക്ക് എത്തിപ്പിക്കാനായിട്ട് ലാൻഡ് ചെയ്യുമ്പോഴത്തേക്കും ഒരാളുടെ കിട്ടിക്കഴിഞ്ഞാൽ അയാളിങ്ങനെ കുതിരക്ക് മറ്റേ ഇത് വെച്ച് കൊണ്ടുപോകണ പോലെ കൊണ്ടുപോയി എങ്ങനെയെങ്കിലും. അപ്പൊ ഐ തിങ്ക് പീപ്പിൾ ഷുഡ് ടേക്ക് ദ ഓപ്പർച്യൂണിറ്റി ടു നോ ദാറ്റ് all the producers are accessible. നിങ്ങൾക്ക് ഡയറക്ട്ലി ആക്സസിബിൾ ആണ്. കൊച്ചിയില് ഇന്റർവ്യൂവിൽ നമ്മൾ പറയുന്നുണ്ട് നമ്മളെ വിളിക്കാം, സംസാരിക്കാം. ആരും വിളിക്കുന്നില്ലല്ലോ. അവര് കുറെ ആരെങ്കിലും ചെല്ലും, കുറെ പൈസ കൊടുക്കണമെന്ന് പറയും, പല വാഗ്ദാനങ്ങൾ കൊടുക്കും. അവര് പറയും അതിൽ വീണിട്ട് കുറെ പൈസ മുടക്കി എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മുടെ അടുത്ത് വരുന്നത്. ദിവസം എത്ര പേരാ നമ്മൾ കാണുന്നത്?
ഐ തിങ്ക് ഇതുപോലത്തെ പ്രൊഡ്യൂസേഴ്സ് ഹു വാണ്ട് ടു ബിക്കം പ്രൊഡ്യൂസേഴ്സ് ലൈൻ പ്രൊഡക്ഷൻ ചെയ്തു കൊടുക്കാം. അവർക്ക് നിങ്ങൾക്കൊരു പ്രൊഡക്ഷനിൽ ഒരു പടം വേണമെങ്കിൽ അതന്നെ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള പ്രൊഡക്ഷൻ ഹൗസസ് ക്യാൻ കം ഫോർവേഡ് ഓർ അപ്രോച്ച് ആൻഡ് ഡു ദാറ്റ് ഓർ ഈവൻ എ കോ പ്രൊഡക്ഷൻ. പക്ഷെ അത് വരണ്ടേ, ചോദിച്ചാലല്ലേ ചെയ്യാം. അതാ അത് ശരി, അത് ചോദിക്കുന്നത് അപ്രോച്ച് ചെയ്യാറില്ല. പക്ഷെ നമ്മളെ അങ്ങനെയുള്ള ചില ആൾക്കാർക്ക് നമ്മളെ താല്പര്യം നമ്മളൊന്നും ചെന്നാൽ അവർക്ക് അവരുടെ കാര്യങ്ങൾ നടക്കില്ല. നമ്മളത് ഫെസിലിറ്റേറ്റ് ചെയ്യാന്നുള്ള ലെവലിൽ പറയുമ്പോൾ ഒരു കാരണവശാലും അങ്ങനെ ചിന്തിക്കേണ്ട, അങ്ങോട്ട് പോകണ്ടെന്നായിരിക്കും അഡ്വൈസ് പോകുന്നത്. അല്ല, ഈ പറഞ്ഞ വലിയൊരു കാര്യമാണ്. കാരണം ആ എക്സ്പീരിയൻസ് ഉള്ള ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് അത് റെമ്യൂണറേറ്റീവ് ആവും, അവർക്ക് ഹെൽപ്പ് ആകുന്ന ആൾക്കാര്. അല്ല, പോകണ്ടെന്ന് പറയാനുള്ള കാരണം എന്താണ്? അല്ല, അത് അവരുടെ ഒരു സെൽഫിഷ് മോട്ടീവ്. ഒരാളുടെ ഇല്ല, മനസ്സിലായി. അയാൾ പിന്നെ വേറെ ആളുമായിട്ട് വേറെ എങ്ങോട്ടേലും പോയി ഒരു എക്സ്പീരിയൻസ് ചോദിച്ചാൽ പോലും അയാൾക്ക് നെഗറ്റീവ് ആകുമോ എന്നോർത്ത് അങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയുള്ള സംഭവമായിരുന്നു. സുരേഷേട്ടാ, 2025 വർഷം അവസാനിക്കുകയാണ്. നിങ്ങൾ 3 പേരും ഈ ഒരു ഈവെന്റിന് വേണ്ടി വന്ന് ഷെയർ ചെയ്തതിന് വളരെയധികം നന്ദിയുണ്ട്. വെള്ളിത്തിരയുടെ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ ക്രിസ്മസ് ആശംസകൾ, പുതിയ ന്യൂ ഇയർ ആശംസകളും രണ്ടും കൂടെ ഒരുമിച്ച് നേരുന്നു. എല്ലാവർക്കും പുതിയൊരു നല്ലൊരു വർഷമായിക്കോട്ടെ. എല്ലാ നന്മകളും വരട്ടെ. എല്ലാ ദൈവവചനവും ഉണ്ടാവട്ടെ. Merry Christmas, Happy New Year. Merry Christmas and Happy New Year to everyone.